എന്താണ് ഈ പ്രാവശ്യത്തെ നമ്മളെ വിഷുവിന്റെ ഷോപ്പിംഗ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ. കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ നാട്ടിലേക്ക് ബസ് കയറും. ശ്രീ ഇന്നലെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത്. ഏച്ചിന്റെ റൂമിലെ ഗ്യാസ് തീർന്ന് 4000 റുപ്യ പറയുന്നു ഗൈസ് ഗ്യാസിന്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഞ്ഞിയും കുടിച്ച് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോന്ന് ഇട്ടോക്കിയ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ചുരിദാർ തന്നെ വേണമെന്നുള്ളതുകൊണ്ട് ജയനഗർ പോയി ഒരു ചുരിദാർ എടുത്ത്. അപ്പോഴേക്കെല്ലാം ബസ്സിന്റെ ടൈം ആയി. നമ്മൾ നേരെ അങ്ങോട്ട്. ഈ പ്രാവശ്യം നമ്മൾ കാഞ്ഞങ്ങാടേക്കല്ല കണ്ണൂരേക്കാണ് പോകുന്നത് ശ്രീന്റെ വീട്ടിലേക്ക്. ഇവര് രണ്ടാളും നാളെയാണ് പോകുന്നത്. ഏതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധം നമ്മളെങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് ഗ്യാസ് തീർന്നപ്പാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലായത്. 4000 പറയുന്നത്, അതും 4000-ന് കിട്ടുമെന്ന് ഉറപ്പില്ല. ട്രൈ ആക്കാന്നാണ് അവർ പറയുന്നത്. എന്തൊരവസ്ഥയല്ലേ. അതാടിക്കട്ടെ, നമുക്കിപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് വിഷു ആഘോഷിച്ചിട്ട് വരാം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ജയനഗറിൽ ചുരിദാറിന്റെ കളക്ഷൻസ് കാണിക്കാനും. സ്പേസ് ഇല്ലാണ്ട് വീഡിയോ ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതെല്ലാം ഡിലീറ്റ് ആക്കി പോയി ഗൈസ്. ഇനി ഒരിക്കൽ ജയനഗർ പോകുമ്പോൾ ഞാൻ നല്ല കളക്ഷൻസ് എല്ലാം എടുത്ത് കാണിച്ചുതരാം. 1000 റുപ്പീസ് അല്ലേ റേറ്റ് വരുന്നത്. 2 ദിവസം ബാംഗ്ലൂർ മൊത്തം അലഞ്ഞിട്ടും എന്റെ വിഷുവിന്റെ ഷോപ്പിംഗ് തീർന്നോന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇനി ബാക്കി സാധനം കണ്ണൂർ പോയി വാങ്ങണത്ര. അതപ്പോഴും അങ്ങനെയാണല്ലോ. അവസാന നിമിഷം എന്തെങ്കിലും വാങ്ങാൻ ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും. പുലർച്ചെ ഒരു 5 മണി ആയപ്പോൾ നമ്മൾ കണ്ണൂർ കാർടെക്സിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് ഉറങ്ങി എണീച്ച് നമ്മൾ സാവിനെ മുടി മുറിക്കാൻ പോയി. വലിയ മുറിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും സൈഡൊന്നും ചിരണ്ടി കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ കണ്ണൂർ ടൗണിലേക്ക് ഒന്ന് തെണ്ടാൻ പോകാനുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ അടുത്തത് കാണിക്കാം. അപ്പൊ ശരി ഗൈസ്, ബൈ.